സെഫ്ദീൻ, മഴ തുടരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടെങ്കിൽ പോലും ഇടവിട്ടിടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ കൊച്ചിയിൽ തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കും ഒപ്പം കത്രിക്കടവിലേക്കുമൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലാണ് ഇത്രയധികം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് ഒരു വണ്ടി വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് താണ്ടി വേണം വരാൻ. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് സ്റ്റേഡിയം ലിങ്ക് റോഡിലുണ്ട്. മാത്രമല്ല ഈ എറണാകുളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം MG റോഡിലും അതുപോലെ തന്നെ പാലാരിവട്ടത്തടക്കം വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, ഇതുപോലെയുള്ള വെള്ളക്കെട്ട് ഉണ്ട്. ഏകദേശം ഒരു വൈകുന്നേരമായപ്പോഴേക്ക് ചെറിയ രീതിയിലുള്ള കുറവ് ഈ വെള്ളക്കെട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും, അതായത് MG റോഡിലും പാലാരിവട്ടത്തുമൊക്കെ ചെറിയ രീതിയിലുള്ള കുറവുണ്ടായിരുന്നെങ്കിൽ പോലും സന്ധ്യയാകുമ്പോഴേക്ക് ഇപ്പോൾ വീണ്ടും മഴ ശക്തമായതോടെ, ഇടവിട്ടിടവിട്ടുള്ള മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. MG റോഡിലടക്കം വെള്ളക്കെട്ട് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഒരു വെള്ളക്കെട്ട് താണ്ടി വേണം വാഹനങ്ങൾക്ക് പോകാൻ. ഇത് ഇപ്പോൾ ഈ ഒരു സമയത്തെ മാത്രം കാഴ്ചയല്ല. ഒരു ചെറിയ രീതിയിലുള്ള ഒരു മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വിവിധ ഭാഗങ്ങളിൽ, എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഗതാഗത തടസ്സവും ഒക്കെ എല്ലാ ദിവസവും ഇത്തരത്തിൽ എല്ലാ പ്രാവശ്യവും ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമടക്കം എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് സാധാരണഗതിയിൽ രൂപപ്പെടാറുണ്ട്. ഇതുപോലെ തന്നെ വലിയ ഗതാഗത തടസ്സം വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. കോതമംഗലം മണികണ്ഠൻചാൽ ചപ്പാത്ത് നിറഞ്ഞൊഴുകി ചപ്പാത്തിന്റെ അപ്പുറമുള്ള ആളുകൾ കുടുങ്ങിയ ഒരു അവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല മഴക്കെടുതികളും വലിയ രീതിയിൽ രൂക്ഷമാണ്. തുതിയൂരിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട്. ഒരു വീട് ഭാഗ്യമായി തകരുകയും ഒപ്പം വീടിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികളും വലിയ രീതിയിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്.